ഇസ്ലാമിക ചരിത്രത്തിൽ പൊതുജനങ്ങൾ അറിയാത്ത ഒരുപാട് കഥകൾ പുസ്തക താളുകളിൽ ബാക്കിയായി നിൽക്കുകയാണ്. താരിഖ് ഇസ്ലാം, ലോസ്റ്റ് ഇസ്ലാം ഹിസ്റ്ററി, അതുപോലെ തന്നെ ആൽബർട്ട് എഴുതിയിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് പീപ്പിൾ, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ പോലും ആരും തന്നെ വായിക്കാതെ ബാക്കിയായി കഴിയും. ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളെയും തന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിട്ടും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും നീതിയുടെയും പര്യായപദമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ വായിക്കാനിടയായി. കാര്യം എന്തെന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശക്തരായ സൈന്യം റോമാ സാമ്രാജ്യത്തിന്റെ ബൈത്തുൽ മുഖദ്ദസിനെ കീഴടക്കുകയും ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയിൽ നിന്നും നേരിട്ട് വാങ്ങാൻ വേണ്ടി അങ്ങ് മക്കയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നൊരു രംഗമുണ്ടായിരുന്നു. ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു ദീർഘയാത്രക്ക് ഉമർ റളിയല്ലാഹു അൻഹു കരുതിയത് ഒരു ഒട്ടകത്തെയും കൂടെ ഒരു ഭടനെയും കുറച്ച് സാധനങ്ങളെയുമാണ്. ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ഈ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ച കമീസിൽ 17 കീഴ് തുന്നിപ്പിടിപ്പിച്ച അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആ യാത്രയിൽ തന്റെ ഭടനോട് ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ച ഒരു നീതിയുടെ കഥ ഇന്ന് ഈ ലോകത്ത് പലർക്കും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭടനോട് പറയുകയാണ്, ദീർഘയാത്ര ഉണ്ടായതിനാൽ ഒരു അളവ് വരെ ഞാൻ ഒട്ടകത്തെ വഹിക്കുകയും അതിനുശേഷം നീ വഹിക്കുകയും ചെയ്തു കൊള്ളണം. അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ അടുക്കുകയാണ്. ജനങ്ങളൊട്ടാകെ വലിയ ആർഭാടങ്ങളുമായി വരുന്ന ഇസ്ലാമിക ചക്രവർത്തിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഒരൊറ്റൊട്ടകത്തിൽ തന്റെ ഭടനെയും ചുമന്നുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു രംഗമായിരുന്നു അവിടെ ജനങ്ങൾ കാണാനിടയായത്. ജനങ്ങളാകെ അമ്പരന്നു. എന്തൊരു ലാളിത്യമാണ്, എന്തൊരു നീതിയാണ്